എന്ന് ചിന്തിക്കുന്ന ഈ സമയങ്ങളിൽ കർത്താവിൽ പ്രത്യാശയോടെ പ്രിയ മകൻ പാടിയതുപോലെ കർത്താവിലുള്ള പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. പ്രിയ മകൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ദൈവത്തെ സ്തുതിക്കുവാനിടയായി. യൗവന തലമുറ കർത്താവിൽ നിന്നും സ്തോത്രം പ്രത്യാശയിൽ നിന്നൊക്കെ വീണു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പ്രത്യാശ നിറഞ്ഞ് ജീവിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെ പാടുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നത് അതൊരു സന്തോഷ വാർത്തയാണ്. അതിൽ നിലനിൽക്കുവാൻ പ്രിയ കുഞ്ഞിനെയും സഹോദരനെ ദൈവം ഇടയാക്കട്ടെ, ആ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. സകല വിഷയങ്ങളെ ദൈവങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസനെയും ശുശ്രൂഷയും കുടുംബമായ ദൈവങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ചില വേദഭാഗങ്ങളെ നമ്മൾ വായിച്ച് വരുന്ന വേദഭാഗങ്ങളെ തന്നെ ചില ഭാഗങ്ങളെ നമ്മൾ ഈ ഭാഗവുമായി ചേർത്ത് തന്നെ നമുക്ക് ചില ഭാഗങ്ങളെ ചിന്തിക്കുവാൻ ഇന്ന് രാത്രിയിലും ഇടയാക്കട്ടെ. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ സന്നിധിയിൽ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ആയിരിക്കുന്നു. അതെ, ആമേൻ. ഒരിക്കൽ കൂടെ നമുക്ക് 3-ാമത്തെ അധ്യായം, കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 12, 13, 14 വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം. ആമേൻ. എല്ലാറ്റിനും ഉപരി സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം. അതെ, കർത്താവിന്റെ സ്നേഹമാണ് നമ്മളെ ബന്ധിപ്പിച്ചത്. സ്തോത്രം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളുടെ കഷ്ടങ്ങളും അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളും ഒക്കെ നമ്മളെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ടച്ച് ചെയ്യുന്നതിന് കാരണം എന്ന് പറയുന്നത് സ്നേഹത്താൽ ആത്മബന്ധത്തിൽ നമ്മൾ ഒന്നാകപ്പെട്ടു എന്നുള്ള സത്യം കൊണ്ടാണ്. സ്തോത്രം. ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ കഴിയുക എന്നതാണ് ഒരു ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും വിജയം എന്ന് പറയുന്നത്. സ്തോത്രം. ദുഃഖിക്കുന്നവരോട് കൂടെ ദുഃഖിക്കാൻ കഴിയുന്ന അവസ്ഥ. സ്തോത്രം. ആവശ്യത്തിലിരിക്കുന്ന വ്യക്തിയുടെ ആവശ്യത്തെ മനസ്സിലാക്കി അവരോട് ഇടപെടുവാൻ കഴിയുന്ന അവസ്ഥ. സ്തോത്രം. യേശു കർത്താവിന്റെ മനോഭാവത്തിലും യേശു കർത്താവിന്റെ ഭാവത്തിലും ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോ ദിവസവും സഹായിക്കട്ടെ. സ്തോത്രം. അതെ, മറ്റുള്ളവരോട് സൗമ്യതയുള്ളവരായി, മനസ്സലിവുള്ളവരായി, ദയവുള്ളവരായി, താഴ്മയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ ഇടയാക്കട്ടെ. സ്തോത്രം. പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനും ദൈവം അത് മുഖാന്തരം ഇടയാകട്ടെ. ഇതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് പാടിയതുപോലെയും നമ്മൾ ഇതുവരെയും പറഞ്ഞു വന്നതുപോലെയും പ്രിയ അങ്കിളുടെ കാര്യമായി പറഞ്ഞു വന്നതുപോലെയും ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നതിന് ഒറ്റ കാരണമെന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശ നിമിത്തമാണ്. നമുക്കൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം. ഇളകിപ്പോകാത്തൊരു പ്രത്യാശ, നഷ്ടമാകാത്തൊരു പ്രത്യാശ. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിന് 1-ാം അധ്യായത്തിൽ വരച്ച് കാണിക്കുന്ന നമ്മൾ വായിച്ച ഒരു വേദഭാഗമാണ് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ടെ. നമ്മൾ ഈ വേദഭാഗവുമായി നമുക്കൊന്ന് ചേർത്തൊന്ന് ചിന്തിക്കാം. സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. സ്തോത്രം. കൊലോസ്യ ലേഖനം. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ആമേൻ. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മൾ ഇടയാക്കുന്നു. സ്വതപ്രിയ അങ്കിളിനെ ദൈവം സഹായിച്ചു. ഇനി നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ കാണേണ്ടത്? നമ്മുടെ ലൈഫിന്റെ അന്ത്യം വരെ ഈ പ്രത്യാശയിൽ നിലനിൽക്കാൻ. അങ്ങനെ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഈ ദയയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത്. സ്തോത്രം. ഈ സൗമ്യതയിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ സൗമ്യതയോടെ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? സ്തോത്രം. നമ്മളിങ്ങനെ ദയ കാണിച്ചിട്ട് എന്താണ് കാര്യം? അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധരായും ദീർഘക്ഷമയുള്ളവരായിട്ടും അന്യോന്യം പുറത്തുകൊണ്ട് ജീവിക്കുന്നത് മറ്റൊന്നുമല്ല. സ്തോത്രം. ഇപ്പോൾ നമ്മൾ മുഖാമുഖമായി കാണുന്നല്ല, നമ്മൾ കേൾക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആ സമയത്ത് നമ്മൾ പാടി ദൈവത്തെ സന്നിധിയിൽ മനസ്സിലാക്കിയതുപോലെ നമ്മളുടെ ലൈഫിൽ തീർന്നു പോകാത്ത അല്ലെങ്കിൽ തുടങ്ങി വെക്കുന്ന ആ ആത്മീക ജീവിതത്തിന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കത്തിൽ നമുക്കിതിന്റെയൊക്കെ വില അറിയാനിടയായിത്തീരും. ഇങ്ങേ കരയിൽ നിന്നും നമ്മൾ നേടിയത് എന്താണെന്ന് അങ്ങേ കരയിലെത്തുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. അതെന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വിദൂരമല്ല. കർത്താവിന്റെ വരവ് ഇന്ന് രാത്രിയാണെങ്കിൽ അത് ഇന്ന് രാത്രിയിൽ സംഭവിക്കും. സ്തോത്രം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം കർത്താവിനെ ധരിച്ചിരുന്നു എന്നതാണ്. സ്തോത്രം. എത്രമാത്രം ക്രിസ്തുവിനെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എത്രമാത്രം ക്രിസ്തുവിനെ നമ്മളിൽ ജീവിക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ്, നമ്മുടെ ശരീരത്തെ എത്രമാത്രം ത്യജിച്ചുകൊണ്ട് അല്ലെങ്കിൽ കർത്താവ്
കർത്താവ് നമ്മുടെ രോഗങ്ങളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടെയൊക്കെ നമ്മളെ മരിപ്പിച്ച് കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിനെ ആശ്രയിച്ച് ഈ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തി ജീവിക്കുവാൻ ദൈവം നമ്മളെ ഇന്ന് രാത്രി കാലവും സഹായിക്കട്ടെ. സ്തോത്രം. ഞാൻ സൗമ്യത വരെ പറഞ്ഞു നിർത്തിയ ആ വേദഭാഗങ്ങൾ പ്രത്യാശയുമായി ചേർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവകൃപയിൽ നിലനിൽക്കാൻ ദൈവം നമ്മളെ ഒരുമിച്ച് ഇന്ന് രാത്രിയിലും ഇടയാക്കട്ടെ. സ്തോത്രം. ഒരിക്കലും നമ്മുടെ കണ്ണ് ഇങ്ങനെയുള്ള ഓരോ സ്വഭാവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ലോകത്തിലേക്ക് ആയിരിക്കരുത്. സ്തോത്രം. ഞാനത് വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞതാണ്. നമ്മൾ സൗമ്യത വരുമ്പോഴും താഴ്മ വരുമ്പോഴും നാളെ പാസ്റ്റർ എന്നെ എത്ര മാനിച്ചാലും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് ഇവിടം കൊണ്ട് തീരും. സ്തോത്രം. അത് നമ്മളായാലും ലോകത്തിൽ ഏറ്റവും ഉന്നതനായ വ്യക്തിയായാലും ഒരു നല്ല ഡോക്ടർ ആയാലും അല്ലെങ്കിൽ ഏറ്റവും സേഫായിട്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ദൈവം വെച്ചിരിക്കുന്ന സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ നമ്മുടെയൊക്കെ ലൈഫ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഇവിടം കൊണ്ട് തീർന്നു പോകുന്നു. എന്നാൽ ഈ സൗമ്യതയിലും താഴ്മയിലും ദീർഘക്ഷമയിലും ദയയിലും മനസ്സലിവിനുമൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ച് ജീവിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പ്രത്യാശയാണ്. സ്വത്രം. പ്രത്യാശയാണ്. ഇന്ന് രാത്രിയിൽ ഈ പ്രത്യാശയിൽ നിലനിൽക്കാൻ ആ കുടുംബത്തോടും അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയോട് ഒരുമിച്ച് ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സ്വത്രം. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത യേശുവിന്റെ ഒരു ഭാവത്തെ നമുക്ക് മനസ്സിലാക്കാനായി ശ്രമിക്കാം. ദീർഘക്ഷമ. ദൈവസന്നിധിയിൽ കർത്താവിന്റെ ദീർഘക്ഷമയെ പറ്റി നമുക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്. എന്നാൽ ഞാൻ ചുരുക്കി ആ ഭാഗത്തെ ഇന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. സ്വത്രം. കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്. സ്വത്രം. അതുകൊണ്ട് കർത്താവ് നമ്മളിൽ നിന്നും ദീർഘക്ഷമ പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. അതെ, പ്രത്യാശ കൈവിടാത്ത നമ്മുടെ ലൈഫിൽ ദൈവം ദീർഘക്ഷമ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. ദീർഘക്ഷമ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായി ചിന്തിച്ചാൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സ്തോത്രം. ദീർഘക്ഷമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വാക്കിൽ നിന്ന് തന്നെ നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കുന്ന ദീർഘമായി ക്ഷമിക്കുവാൻ കഴിയുന്നത്. അതെ, സത്യത്തിൽ ദീർഘക്ഷമയെ വ്യക്തമായി നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാകുന്നത്. ശിക്ഷിക്കുവാൻ നമുക്ക് കഴിയും. ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ കഴിയും. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കാൻ കഴിയും. പക്ഷെ ശിക്ഷ വേഗത്തിൽ നടപ്പാക്കാതെ മാക്സിമം സമയം കൊടുക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. സ്വത്രം. വേണമെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാതെ മാക്സിമം സമയം കൊടുക്കുകയാണ്. ക്ഷമയോടുകൂടി സമയം കൊടുക്കുന്ന അവസ്ഥയാണ് വേണമെങ്കിൽ നമുക്ക് ദീർഘക്ഷമയെ, ബൈബിളിലെ ദീർഘക്ഷമയെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കാണിച്ച ദീർഘക്ഷമയെ നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. കർത്താവ് നമ്മളോട് കാണിച്ച ദീർഘക്ഷമയാണ് നമ്മുടെ ലൈഫിൽ ഈ കർത്താവിനെ അറിയുവാനിടയായത്. സ്തോത്രം. കർത്താവിനെ വിശ്വസിക്കാനിടയായി തീർന്നത്, കർത്താവിനെ മനസ്സിലാക്കാനിടയായി തീർന്നത് കർത്താവിന്റെ ദീർഘക്ഷമയാണ്. സ്തോത്രം. യേശുവിന്റെ ദീർഘക്ഷമയെ രുചിച്ചറിഞ്ഞ ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും അവരുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സ്വഭാവമാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ അതുണ്ടോ എന്ന് ഇന്ന് നമ്മളിത് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അത് ചിന്തിക്കുവാൻ ദൈവം കൃപ തരട്ടെ. സ്തോത്രം. പ്രത്യാശ നിറഞ്ഞ ഈ രാത്രി, പ്രത്യാശയോടെ നമ്മൾ ദൈവസ്ഥനിലായിരിക്കുന്ന ഈ രാത്രിയിൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ദീർഘക്ഷമയെ പറ്റിയാണ്. ഒരുപക്ഷെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ദൈവം ഈ ദീർഘക്ഷമ എന്ന വിഷയം നമ്മുടെ മുന്നിൽ വെക്കുന്നത്. പക്ഷെ ഈ ഒരു രാത്രിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൂട്ടായ്മയിൽ ഒരുമിച്ചായിരുന്ന ഒരു ദൈവദാസന്റെ, ഒരു ദൈവ പൈതലിന്റെ ലൈഫിലെ പ്രത്യാശ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഈ രാത്രിയിൽ ദീർഘക്ഷമയെ പരിശോധിക്കുവാൻ ദൈവം നമ്മൾ ഒരുമിച്ച് ഇടയാക്കട്ടെ. സ്വന്തം. ദൈവം നമുക്ക്, നമ്മളാരും മെച്ചമായതുകൊണ്ടല്ല ഒരു ദിവസം കൂടെ നമുക്ക് തന്നത്. സ്വത്രം. നമ്മൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ദൈവം നമുക്ക് തന്നത്, പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടാ ബൈബിൾ പ്രകാരം ഒരു രാത്രി കൂടി ദൈവം നമുക്ക് തരുന്നത്. സ്വത്രം. ഇന്ന് രാത്രിയിലെ ബൈബിൾ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുവാൻ ദൈവം നമുക്കൊരു അവസരം തന്നെങ്കിൽ, പ്രിയ അങ്കിളിന് കൊടുക്കാതെ നമുക്ക് തന്നെങ്കിൽ, സ്തോത്രം, ഒറ്റക്കാരമേ ഉള്ളൂ, നമ്മൾ നന്നായിട്ടില്ല എന്നതാണ് അർത്ഥം. സ്തോത്രം. അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിച്ചിടത്തോളം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടില്ല എന്നതുകൊണ്ടാണ് ദീർഘക്ഷമയുടെ മെസ്സേജ് കേൾക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ വ്യക്തമായിട്ട് ബൈബിളിൽ 1 പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ദീർഘക്ഷമ എന്ന് പറയുന്നത് സാൽവേഷനാണ്, രക്ഷയാണ്. സ്തോത്രം. അത് രക്ഷയുടെ ഒരു ഭാഗമാണ്. നമ്മൾ കർത്താവിനോളം വന്നിട്ടില്ലാത്തത് കൊണ്ടും ദൈവം നമ്മളെ ആഗ്രഹിച്ച പദ്ധതിയിൽ നമ്മൾ എത്തപ്പെടാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവനോടിരിക്കുന്നത്. മറ്റൊന്നുമില്ല. സ്തോത്രം. മറ്റൊന്നുമില്ല. കർത്താവിന് നമ്മളെ വളർത്തിയെടുക്കുവാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് വഴി വരെ നമ്മൾ ഇതുവരെ വളർന്നിട്ടില്ല. കർത്താവ് ആഗ്രഹിച്ച ദീർഘക്ഷമയിൽ നമ്മൾ ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്നതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു രാത്രി കൂടി തന്നത്. അല്ലാതെ ഈ ലോകത്തിൽ നമ്മൾ ഒരു രാത്രി കൂടി ജീവിച്ചിരുന്നിട്ട് എന്താണ്
എന്താണ് സുഖം? സന്തോഷം. കർത്താവിനോട് ചേർന്നിരിക്കുന്നതല്ലേ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. സ്തോത്രം. ജീവിച്ച് ഇരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുമിത്രാദികൾ പോകുമ്പോൾ ദുഃഖമാണെങ്കിലും ഈ ലോകത്തിനൊന്നും കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ വീണ്ടും ഈ ലോകത്തെ രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ ഒരു ദിവസം കൂടി തന്നാക്കി വെച്ചിരിക്കുന്നത്? അതേ, കർത്താവിന്റെ ദീർഘക്ഷമയാണ്, കർത്താവിന്റെ മഹാ കരുണയാണ്. ഒന്നുകൂടി മാനസാന്തരപ്പെടേണ്ട ഭാഗങ്ങളിൽ മാനസാന്തരപ്പെടുവാൻ, തിരുത്തേണ്ട ഭാഗങ്ങളിൽ തിരുത്തുവാൻ, എനിക്കും നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന ഈ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ, അടുത്ത എത്രയോ വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ യേശുവിന്റെ വരവ് സംഭവിക്കുമ്പോഴോ ഈ കാണിച്ച ദൈവത്തിന്റെ ദീർഘക്ഷമ നമ്മുടെ ലൈഫിൽ കൂടി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന സത്യം ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ ഇല്ലാത്ത സന്തോഷം നമുക്ക് തോന്നാത്ത ഈ സാഹചര്യത്തിലും ഈ ദീർഘക്ഷമയുടെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സ്തോത്രം. കർത്താവ് നമ്മളോട് ദീർഘക്ഷമ കാണിച്ചു. ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിച്ചു. കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞത് കർത്താവിന്റെ ദീർഘക്ഷമയാണ്. നമുക്കതൊന്ന് വായിക്കാം. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ഒരു വേദഭാഗം തന്നെയാണ് 1 തിമോത്തിയോസിന്റെ ലേഖനം. നമ്മൾ വായിക്കാൻ ശ്രമിച്ച ഒരു വേദഭാഗമാണ് 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ നമുക്ക് ദിവസം ഒന്ന് വായിക്കാം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക കൊണ്ട് തന്നിൽ വിശ്വസിക്കുവാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിൽ എനിക്ക് കരുണ ലഭിച്ചു. യെസ്, കർത്താവിന്റെ ദീർഘക്ഷമ പാപികളിൽ ഒന്നാമനായിരുന്ന പൗലോസിനോട് കാണിച്ചു എന്ന പൗലോസ് പറയുന്നത്. മരിക്കുന്നതിന് മുമ്പേ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചെങ്കിൽ നമ്മളെല്ലാം നേടി. സ്തോത്രം. നമ്മളെല്ലാം നേടി. സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനും ക്രിസ്തുവിനാൽ പാപക്ഷമ പ്രാപിച്ച് മരിക്കുവാനും ഈ ലോകത്തിൽ നമുക്ക് കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ യേശുവിന്റെ വരവിൽ അങ്ങനെ നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. ഈ വചനപ്രകാരം കർത്താവ് നമ്മളോട് കാണിച്ച ദീർഘക്ഷമ വൃഥാവായി പോയില്ല എന്നുള്ളതാണ് സത്യം. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ദൈവഭക്തന്റെ മരണത്തിൽ കർത്താവിനോട് ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ദുഃഖത്തോടു കൂടിയാണെങ്കിലും ദൈവത്തിൽ ആശ്വസിക്കുന്ന ഈ രാത്രിയിൽ നമ്മൾ അറിയണം, കർത്താവിന്റെ സ്നേഹം ദീർഘക്ഷമയായി ഏതോ ഒരു ദിവസം നമ്മളെ തേടി വന്നതുകൊണ്ടാണ് ഇന്ന് രാത്രിയും കർത്താവിന്റെ ദീർഘക്ഷമയിൽ മാനസാന്തരത്തിന് വേണ്ടി ദൈവം നമുക്ക് അവസരം തരുന്നത്. സ്തോത്രം. ഇന്ന് കർത്താവിന്റെ ഈ മാനസാന്തരത്തിന്റെ അവസരങ്ങൾ ദീർഘക്ഷമയാണെന്ന് മനസ്സിലാക്കണം. അത് കർത്താവിന്റെ ഒരു വീക്ക്നെസ് അല്ല, കർത്താവ് നമ്മളോട് കാണിച്ച നമ്മുടെ യോഗ്യത കൊണ്ട് എന്തെങ്കിലുമല്ല, കർത്താവിന്റെ മഹാകരുണയും ദീർഘക്ഷമയുമാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ഇന്ന് രാത്രിയിൽ ഇടയാക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിലും ദീർഘമായി ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നത്, ക്ഷമ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഞാനത് തുടങ്ങി വെക്കട്ടെ ഇന്ന് രാത്രികാലം. നമ്മളിൽ സത്യത്തിൽ ദീർഘക്ഷമയുണ്ടോ എന്നത് ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. സ്തോത്രം. നമ്മുടെ ലൈഫിൽ നമ്മൾ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്നവരാണ്. നമുക്ക് വേദന തന്ന വ്യക്തികളോട് ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ളവർ വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ പെട്ടെന്ന് ഇന്ന് രാത്രിയിൽ നമ്മൾ ആയിരിക്കുന്ന ഈ മീറ്റിംഗിൽ ആയിരിക്കുന്ന സമയത്തും നമുക്ക് എത്ര പേരോട് ക്ഷമിക്കാൻ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര പേരോട് പെട്ടെന്ന് ആക്ഷൻ എടുത്തു, എത്ര പേരോട് നമ്മൾ പെട്ടെന്ന് പ്രതികരിച്ചു, എത്ര പേരോട് പെട്ടെന്ന് അവർ തെറ്റ് ചെയ്തു. ദീർഘക്ഷമ എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവരോടാണ്, ശിക്ഷയ്ക്ക് യോഗ്യരായവരോട് ക്ഷമിക്കുന്നതാണ്. സ്വത്രം. റോമാലേഖനം 9-ാം അധ്യായത്തിലൊക്കെ അത് ദൈവത്തിന്റെ ദീർഘക്ഷമയെ പറ്റി വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്രം. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദീർഘക്ഷമ എന്താണെന്ന്. കർത്താവ് നമ്മളോട് കാണിച്ച ദീർഘക്ഷമ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വത്രം. കർത്താവ് നമ്മളിൽ നിന്നും ഇന്ന് രാത്രികാലവും ദീർഘക്ഷമ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഇന്ന് രാത്രിയിൽ വചനത്താൽ പറയട്ടെ, നമ്മൾ എത്ര പേരോട് നമ്മൾ പെട്ടെന്ന് നമ്മൾ പറയാറുണ്ട്, പിന്നെ എങ്ങനെ പാസ്റ്റർ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ? പക്ഷെ ദൈവം ചോദിക്കുക, കർത്താവ് നമ്മളോട് അങ്ങനെ പ്രതികരിച്ചില്ലല്ലോ, അങ്ങനെ പ്രതികരിച്ചിരുന്നെങ്കിലോ? പൗലോസ് എന്താ പറയുന്നത്? കർത്താവ് എന്നോട് ദീർഘക്ഷമ കാണിച്ചു. നമ്മൾ ദീർഘക്ഷമയുടെ കരുണയാൽ ഈ ലോകത്തിൽ ജീവിച്ച് കർത്താവിനെ അറിഞ്ഞിട്ടിരിക്കെ
കർത്താവിന്റെ ദീർഘക്ഷമയെ മനസ്സിലാക്കാതെ നമ്മളോട് ചെറിയ ചെറിയ തെറ്റ് ചെയ്തവരോട് നമ്മൾ ദീർഘക്ഷമ കാണിക്കാതിരിക്കുമ്പോൾ കർത്താവിന് അത് ദുഃഖമായി തീരുകയാണ്. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഇന്ന് രാത്രിയിലും പെട്ടെന്ന് നമ്മൾ കോപിക്കുന്നവരാണെങ്കിൽ, പെട്ടെന്ന് നമ്മളെ വേദനിപ്പിച്ചവരുടെ ഇടയിൽ ആക്ഷൻ എടുക്കുന്നവരാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവം ഒരു രാത്രി കൂടി നമുക്ക് തന്നിട്ട് ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അവരോട് ക്ഷമിക്കണം. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതാണ്. ഞാൻ നിങ്ങളോട് അടി തന്നിരുന്നെങ്കിൽ, ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിരുന്നെങ്കിൽ, ഞാൻ നിങ്ങളെ നന്നായി ശിക്ഷിച്ചിരുന്നെങ്കിൽ, ആമേൻ, നിങ്ങൾക്ക് എന്നെ അറിയുവാൻ കഴിയത്തില്ലായിരുന്നു. നമ്മുടെ ആരുടെയും ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ആരുടെ യോഗ്യത കൊണ്ടല്ല കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചത്, അല്ലെങ്കിൽ കർത്താവിനെ അറിയുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായത്. നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത പുണ്യപ്രവൃത്തി കൊണ്ടല്ല കർത്താവിനെ നമുക്ക്. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ മാതാപിതാക്കളുടെ നല്ല പ്രവൃത്തി കൊണ്ട് ഞാൻ കർത്താവിനെ. അങ്ങനെയല്ല. വ്യക്തിപരമായി കർത്താവിന്റെ ദീർഘക്ഷമയും കർത്താവിന്റെ മഹാദയവുമാണ് കർത്താവിനെ നമുക്ക് അറിയുവാനിടയായി തീർന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ ആഴം നമ്മൾ മനസ്സിലാകുന്നത്. സ്തോത്രം. യേശുവിന്റെ ദീർഘക്ഷമയെ പറ്റി ഞാൻ ചെറിയ ചില കാര്യങ്ങൾ പറയട്ടെ. സ്തോത്രം. ആമേൻ. യൂദ, നമുക്കറിയാമല്ലോ, യൂദയുടെ മരണം വളരെ ദുഃഖകരമായ മരണമായിരുന്നു. സ്തോത്രം. ലോകത്തിൽ ആരും അങ്ങനെ ഒരു മരണം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു മരണമാണ് യൂദയുടെ ജീവിതത്തിൽ ഉണ്ടായത്. സ്തോത്രം. നമ്മൾ ആരും അങ്ങനെ ഒരു ലൈഫിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുമില്ല. സ്തോത്രം. കർത്താവിൽ വിശ്വസിക്കുന്ന ജീവിതത്തിലെ ഒരു മരണമാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എന്നാൽ യൂദയുടെ ജീവിതത്തിൽ ഉണ്ടായ മരണം എന്ന് പറയുന്നത് ലോകത്തിന്റെ മുന്നിലും ശിഷ്യന്മാരുടെ മുന്നിലും ആത്മീക ഗോളത്തിലും വളരെ നമുക്ക് ദുഃഖം തരുന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് യൂദയുടെ മരണം വന്നത്. യൂദയോട് യേശു കർത്താവ് ശക്തമായി ദീർഘക്ഷമ കാണിച്ചിരുന്നു, മഹാകരുണ കാണിച്ചിരുന്നു. സ്തോത്രം. തൻ്റെ തെറ്റിനെ പല പ്രാവശ്യം യൂദയോട് ദൈവം വെളിപ്പെടുത്തി. വേണമെങ്കിൽ യേശുവിനെ യൂദയെ ശിക്ഷിക്കത്തക്ക രീതിയിൽ പല പ്രാവശ്യം യൂദ പണവുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തതാണ്. സ്തോത്രം. തന്റെ ലൈഫിൽ വലിയ പാപം യൂദയുടെ ലൈഫിൽ വന്നതാണ്. അത് യേശുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ അത് വെളിപ്പെടുത്താതെ പല പ്രാവശ്യം തന്റെ പ്രസംഗങ്ങളിൽ കൂടി തിരുത്തുവാൻ ശ്രമിക്കുന്നതായി യേശുവിന്റെ ഉപദേശങ്ങളിൽ ഉടനീളം യൂദയെ പറ്റി പലപ്പോഴും യേശു സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. കേവലം 30 വെള്ളിക്കാശിന് തന്നെ വിറ്റ സമയത്ത് മാത്രമല്ല യേശു കർത്താവ് യൂദയെ പറ്റി സംസാരിക്കുന്നതും യൂദയെ തിരുത്തുവാൻ ശ്രമിക്കുന്നതും. അവസാന സമയത്തല്ല, തിരഞ്ഞെടുത്ത നാൾ മുതൽ യേശുവിന്റെ ആത്മാവ് തന്നെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ യേശുവിന്റെ ഭാവം നോക്കണേ. ഒരിക്കൽ പോലും യൂദയോട് നീ നഷ്ടമാ, അല്ലെങ്കിൽ എന്താണ് നീ ഇങ്ങനെ നീ മോശമാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയും കൊച്ചാക്കിയും യേശു ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. യേശുവിന്റെ ദീർഘക്ഷമ എന്ന് പറഞ്ഞ യൂദയോട് കാണിച്ചത് അവസാനം വരെ യേശു കാണിച്ചു. തന്റെ ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാകാത്ത രൂപത്തിൽ യേശു ക്ഷമിച്ച് അവസാനം വരെയും യേശു യൂദയ്ക്ക് അവസരം കൊടുത്തു. യേശുവിന്റെ ദീർഘക്ഷമ വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷെ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല. സ്തോത്രം. നമ്മൾ നോഹയുടെ കാര്യത്തെ പറ്റി 1 പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നോഹയുടെ ജലപ്രളയ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. സ്തോത്രം. വെള്ളത്താൽ മുങ്ങപ്പെട്ടു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദൈവവചനത്തിൽ വ്യക്തമായി പത്രോസ് എന്താണ് പറയുന്നത്? പെട്ടകം ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ അടയാളമായിരുന്നു. രക്ഷപ്പെടാനാണ് ദൈവം വീണ്ടും അവസരങ്ങൾ കൊടുത്തത്. ഇന്ന് രാത്രി ഒരു രാത്രി കൂടി ദൈവം നമ്മളെ ശേഷിപ്പിച്ചിരിക്കെ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ ദൈവം നമുക്ക് തരുന്ന ദീർഘക്ഷമയെ അത് നമ്മുടെ എന്തെങ്കിലും യോഗ്യതയായി വ്യാഖ്യാനിക്കാതെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതികരിക്കുന്ന, മറ്റുള്ളവരോട് പ്രതികരിക്കുന്നതും, മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതും, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും, അവരുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ അവരുടെ കഷ്ടത്തിൽ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ കഴിയാത്ത അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ ഇന്ന് രാത്രി കാലമുണ്ടെങ്കിൽ യേശു ഇന്ന് രാത്രിയിൽ ഒരവസരം കൂടി തന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിച്ചു, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? സ്തോത്രം. വെയിറ്റ് ചെയ്യുന്ന ക്ഷമയാണ് ദീർഘക്ഷമ. സത്യത്തിൽ അവരെ ശിക്ഷിക്കാൻ നമുക്ക് യോഗ്യതയുണ്ട്, അവരോട് പ്രതികരിക്കാൻ നമുക്ക് യോഗ്യതയുണ്ട്, അവർക്കെതിരെ നമുക്ക് ആക്ഷൻ എടുക്കുവാൻ നമുക്ക് കഴിയും. പക്ഷെ എന്നിട്ടും നമ്മൾ ക്ഷമിക്കുന്ന അവസ്ഥയാണ് ദീർഘമായ ക്ഷമ. സ്തോത്രം. ഞാൻ ചുരുക്കത്തിൽ ഈ ദീർഘക്ഷമയെ പറഞ്ഞ് എങ്ങനെ അവസാനിപ്പിക്കാം? സ്തോത്രം. ദീർഘക്ഷമ എന്ന് പറയുന്നത് എപ്പോൾ വരെയാണ് ദീർഘക്ഷമ നമ്മുടെ ലൈഫിൽ വരേണ്ടത്? വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതിന്റെ 5-ാമത്തെ അധ്യായം 8, 9, 10 വാക്യങ്ങൾ ദൈവസ്ഥലം നമുക്ക് വായിക്കാം.
യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഇറങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവിൻ. യെസ്, നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എപ്പോൾ വരെ ദീർഘക്ഷമ കാണിക്കാനാണ് പറയുന്നത്? കർത്താവിന്റെ പ്രത്യക്ഷത വരെ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെടുന്ന സമയം വരെയും നമുക്ക് ക്ഷമിക്കാൻ കഴിയണമെന്നാണ് ദൈവവചനത്തിന്റെ വ്യാഖ്യാനം. സ്തോത്രം. നമുക്ക് സത്യത്തിൽ ഇത് കഴിയുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നവരാണ്. അങ്ങനെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദീർഘക്ഷമയില്ലാത്തവരാണ്. അത് കുഞ്ഞുങ്ങളോടാണെങ്കിൽ പോലും, ഒരു കുഞ്ഞുങ്ങളോടാണ് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാണ്, നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തികൾക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ദീർഘക്ഷമയുണ്ടോന്ന്. എന്നാൽ കർത്താവ്, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ യേശു നമ്മളോട് ദീർഘക്ഷമ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിന്റെ വരവോളം ദീർഘക്ഷമയോടെ ഇരിക്കും. പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നത് നിർത്തിയാട്ടെ. നമ്മൾ പലർക്കെതിരെയും ആക്ഷൻ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കാം. വെയിറ്റ് ചെയ്താട്ടെ. സ്തോത്രം. നമ്മൾ വെയിറ്റ് ചെയ്താട്ടെ. ഞാൻ അവരെ അങ്ങനെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഇങ്ങനെ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആളുകൾ പുറത്തായി പോകട്ടെ എന്നല്ല, ഞാൻ എത്രത്തോളം അവസരങ്ങൾ അവർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നാണ് ദൈവജനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉൽപ്പത്തി മുതൽ നമ്മുടെ ആദാമിന്റെ ഹവ്വയുടെ ജീവിതം മുതൽ അന്ന് തെറ്റു ചെയ്ത രാത്രി അവരെ എല്ലാം നശിപ്പിച്ചു കളയാമായിരുന്നു. എന്നാൽ കർത്താവ് അവസരങ്ങൾ കൊടുക്കുകയായിരുന്നു. കയ്യിൻ തെറ്റു ചെയ്തു, അവസരങ്ങൾ കൊടുത്തു. താൻ തിരികെ വന്നില്ല, പക്ഷെ അവസരങ്ങൾ കൊടുത്തു. യേശു എപ്പോഴും അവസരങ്ങൾ കൊടുത്തുകൊണ്ട്, ദൈവം എപ്പോഴും അവസരങ്ങൾ കൊടുത്തുകൊണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ തന്നെ കർത്താവിന്റെ എത്ര ദീർഘക്ഷമയുടെ അടയാളമാണ്. ഈ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുന്നത് കർത്താവിന്റെ ദീർഘക്ഷമയല്ലേ? കർത്താവ് പെട്ടെന്ന് നമ്മളെ ശിക്ഷിച്ചിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേർ കർത്താവിന്റെ കോപത്തിന് അടിമകളായാനെ? സ്തോത്രം. ജസ്റ്റ് നമ്മുടെ ലൈഫിൽ ഒന്ന് നോക്കിയാട്ടെ. നമ്മൾ മറ്റൊരാൾക്കെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ, നമ്മൾ ഇന്ന് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ആർക്കെങ്കിലും എതിരെ കോപത്തോടുകൂടി ക്ഷമിക്കുവാൻ കഴിയാതെ ആക്ഷൻ എടുക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യും പാസ്റ്ററെ, ഞാൻ എത്ര ആയാലും ഇനി ക്ഷമിക്കത്തില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവ് നമ്മളോട് അങ്ങനെ ചെയ്തോട്ടെന്നാണ്. കർത്താവ് നമ്മളോട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. ഇന്ന് രാത്രിയിലും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദീർഘക്ഷമയാണ് ഈ സ്നേഹത്തിൽ നിലനിൽക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ ദീർഘക്ഷമയെ പറ്റിയുള്ള ദൈവിക ആലോചന നമുക്ക് കേൾക്കാൻ കഴിയുന്നത് തന്നെ കർത്താവിന്റെ ദീർഘക്ഷമയാണ്. സ്വത്രം. ആ ദീർഘക്ഷമ അനുഭവിച്ചുകൊണ്ടിരിക്കെ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് മറ്റൊരാൾക്കെതിരെ കഥ എഴുതുകയാണ്. സ്വത്രം. അവരെ എങ്ങനെ പുറത്താക്കണമെന്ന് ചിന്തിക്കുകയാണ്, അവരെ എങ്ങനെ ദൂരെ നിർത്താമെന്ന് ചിന്തിക്കുകയാണ്, അവർക്കെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കാമെന്ന് ചിന്തിക്കുകയാണ്, അവർക്കെതിരെ നമുക്കെങ്ങനെ കഥ മെനയാമെന്ന് ചിന്തിക്കുകയാണ്. എത്രയോ തെറ്റായ ചിന്തകളാണത്. സ്തോത്രം. യേശു കർത്താവ് നമ്മളോട് കാണിച്ച ദീർഘക്ഷമ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൽ കൂടി ദൈവം നമുക്കൊരവസരം തന്ന് ദൈവം നമ്മളോട് ഇടപെടുകയാണ്. സ്തോത്രം. നമ്മുടെ മനസ്സിൽ അയലത്തുകാരെ ഓർത്ത് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയും ദീർഘക്ഷമ അവർ പല പ്രാവശ്യം ചെയ്തതാ പാസ്റ്റർ, അതെ, പല പ്രാവശ്യം ചെയ്തതാണ്. സ്തോത്രം. പല പ്രാവശ്യം നമ്മളോട് അവരത് കാണിച്ചതാണ്. സ്തോത്രം. പക്ഷെ കർത്താവ് പറയുന്നു, മക്കളെ, ഇന്ന് ഞാൻ നിന്നോട് ദീർഘക്ഷമ കാണിക്കുന്നു. രക്ഷയ്ക്കായി എന്റെ സ്വഭാവത്തിലേക്ക് വരുവാൻ ഞാൻ ഒരു രാത്രി കൂടെ തന്നില്ലേ, അതെന്റെ ദീർഘക്ഷമയാണ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ കഴിവ് കൊണ്ടല്ല ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നത്. ഒരവസരം കൂടി തരികയാണ്. കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ, കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന്റെ ആ പ്രത്യാശയിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ അത് പ്രാപിക്കേണ്ടതിനെ നമ്മുടെ ലൈഫിൽ ക്രിസ്തുവിന്റെ തലയോളം വളർത്തപ്പെടാൻ ദൈവം ആഗ്രഹിച്ച സ്വഭാവത്തിലേക്ക് നമ്മളെ വളർത്തി വെക്കുവാൻ ദൈവം തരുന്നൊരു രാത്രി അവസരമാണ് ഇന്ന് രാത്രി എന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രിയിൽ നമ്മുടെ മനസ്സിലോ നമ്മുടെ ചിന്തയിലോ നമ്മൾ ആക്ഷൻ എടുക്കുവാൻ തീരുമാനിച്ച് എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ ഒരുപക്ഷെ പേപ്പറിൽ എഴുതി കാണത്തില്ല, നമ്മുടെ മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുന്നത് വേണ്ട എന്ന് വെക്കുവാൻ ഇന്ന് രാത്രി കഴിയണം. ദീർഘക്ഷമ നമുക്ക് കിട്ടിയെങ്കിൽ അത് കിട്ടി, അത് നമുക്ക് ബോധ്യമാകണമെന്നാണ് ഈ വചനത്തിൽ കൂടി ദൈവം നമ്മളോട് ഇടപെടുന്നത്. അതെ, യേശു നമ്മളോട് ദീർഘക്ഷമ കാണിച്ചു. പിന്നെ എപ്പോൾ വരെ നമ്മൾ ദീർഘക്ഷമ കാണിക്കണം? ക്രിസ്തുവിന്റെ വരവോളം.
അവിടെ എന്താണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചത്? നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. എന്താണ്? നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കാതിരിപ്പാൻ ഒരുവന്റെ മേൽ ഒരുവൻ ഞെരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ആമേൻ ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നല്ലോ. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് അവന് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നല്ലോ. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ. സ്തോത്രം. അതെ, ക്രിസ്തുവിന്റെ വിവിധ സ്വഭാവങ്ങളെ പറഞ്ഞിട്ട് ദൈവം ഇന്ന് രാത്രി നമ്മളോട് പറയുക, ക്രിസ്തു എത്ര നാൾ ക്ഷമിക്കണം പാസ്റ്ററെ? ക്രിസ്തുവിന്റെ വരവ് വരെ ക്ഷമിക്കണം. അപ്പോൾ ആക്ഷൻ എടുക്കണമെങ്കിലോ അത് കർത്താവ് എടുത്തോളൂ. നിങ്ങൾക്കെതിരെ ഒരാൾ നിൽക്കുന്നു, ആ വ്യക്തിയോട് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ആക്ഷൻ എടുക്കാതിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ കാര്യമാണ് ന്യായം വിധിക്കുക എന്നുള്ളത്. സ്തോത്രം. അവൻ ദൈവം വരുന്നുണ്ട്. അത് ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിധിക്കുന്നെങ്കിൽ വിധിക്കട്ടെ, അത് ദൈവം ചെയ്യട്ടെ. അതിന് മനുഷ്യരെ ദൈവമാക്കി വെച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സഭാന്തരീക്ഷത്തിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി കൊരിന്ത്യ ലേഖനത്തിലും മറ്റും ദൈവത്തിന്റെ ദാസനായ പൗലോസ് ഉപദേശങ്ങൾ പറയുന്നുണ്ട്. അതല്ല ഇതുമായിട്ട് ചേർക്കുന്നത്. അതും ചെയ്യേണ്ടത് തിമോത്തിയോസിന്റെ ലേഖനപ്രകാരം സ്തോത്രം ദീർഘക്ഷമയോടുകൂടിയും സൗമ്യതയോടുകൂടിയുമാണ് ഉപദേശിക്കേണ്ടത് എന്ന് നമുക്ക് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചില ആളുകൾ സഭയിൽ ആക്ഷൻ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും വിശ്വാസത്തിൽ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. പിന്നെ അവരോടെന്താണ് ഇത്ര കനിവ്? ഞങ്ങൾ അങ്ങനെയൊന്നും ഇടപെട്ടില്ലല്ലോ. പിന്നെന്താണ് ആ പാസ്റ്റർക്ക് അവരോട് ഇത്ര ക്ഷമ? ദൈവമക്കളെ, നമ്മളും പാപിയാണ് ക്രിസ്തുവില്ലെങ്കിൽ, അവരും പാപിയാണ് ക്രിസ്തുവില്ലെങ്കിൽ. നമ്മൾ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല ഈ നിലനിൽക്കുന്നത്, അവർ യോഗ്യത ഇല്ലാത്തത് കൊണ്ടുമല്ല അങ്ങനെ ആകാത്തത്. നമ്മളോട് കാണിച്ച ദൈവത്തിന്റെ ദീർഘക്ഷമയെ മറന്നു കളഞ്ഞിട്ട് പെട്ടെന്ന് ചില ആളുകൾ പെട്ടെന്ന് പറയണം, അവരെ നമുക്കങ്ങ് മുടക്കിയേക്കാം. ഒരവസരമോ രണ്ടവസരമോ കൊടുക്കാതെ, അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ അവരോട് സ്നേഹത്തിന്റെ ഒരു ഭാവമില്ലാതെ അവർക്കെതിരായി സംസാരിക്കുന്നവരെ ഇന്ന് രാത്രിയിൽ ദൈവം സംസാരിക്കുകയാണ്. നമ്മൾക്ക് അവർക്കെതിരെ വിരൽ ചൂണ്ടുവാൻ നമ്മളെ ആരാണ് ന്യായാധിപതിയാക്കി വെച്ചിരിക്കുന്നത്? മറ്റൊരാളുടെ കഷ്ടത്തിൽ, മറ്റൊരാളുടെ വേദനയിൽ, മറ്റൊരാളുടെ ദുഃഖത്തിൽ, മറ്റൊരാളുടെ തകർച്ചയിൽ അവർക്കെതിരെ വിരൽ ചൂണ്ടി ന്യായം വിധിക്കുവാനും അവർക്കെതിരെ സംസാരിക്കുവാനും നമ്മളെ ആരാക്കി വെച്ചത്? നമ്മളെ ആരും ആക്കി വെച്ചിട്ടില്ല. വിധിക്കരുത് എന്നാണ് ദൈവവചനം നമ്മളോട് പറഞ്ഞത്. സ്തോത്രം. നമ്മളോട് ദൈവം കാണിച്ച ദീർഘക്ഷമയെ നിലനിന്നിരിക്കെ നമ്മൾ ആ ദീർഘക്ഷമ മറ്റുള്ളവരോട് കാണിക്കാതിരിക്കുമ്പോൾ നമ്മൾ എത്രയോ തകർച്ചയുള്ളവരാണെന്ന് ഓർക്കണം. ഇന്ന് വളർന്നു വരുന്ന തലമുറകൾ പലപ്പോഴും ഇന്നത്തെ ലോകം നമ്മൾ വളർന്ന തലമുറയേക്കാൾ വളരെ മോശമായതുകൊണ്ട് അവർ അതിലേക്ക് വരുവാൻ കുറച്ച് സമയമെടുക്കുമെന്ന് പോലും കൊടുക്കാതെ ഇന്ന് വെള്ളയൊടുപ്പിട്ടോണം, ഇന്ന് തന്നെ സ്നാനപ്പെട്ടോണം, ഇന്ന് തന്നെ ക്ലീൻ ഷേവ് ചെയ്തോണം, ഇന്ന് തന്നെ തലമുടി നല്ലതായിട്ട്, ഇന്ന് തന്നെ കർത്താവ് നമ്മളോട് ദീർഘക്ഷമ കാണിച്ചില്ലേ? അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മൾ ആ ചെയ്ത പ്രവൃത്തി കൊണ്ട് നമ്മുടെ പ്രവൃത്തി മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടു? അല്ല. കർത്താവ് നമ്മളോട് എല്ലാ സെക്കൻഡിലും ദീർഘക്ഷമ കാണിക്കുന്നു എന്നത് വാസ്തവമായ സത്യമാണ്. കർത്താവ് ഇന്നുവരെ ദീർഘക്ഷമ കാണിച്ചു. നാളെ നമ്മുടെ ലൈഫ് ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നെങ്കിൽ നാളെയും ദൈവത്തിന്റെ ദീർഘക്ഷമയിൽ അല്ലാതെ നമുക്ക് പിന്തുടരുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ വരവ് വരെ മറ്റൊരാളോട് ക്ഷമിക്കാൻ ദൈവവചനം നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ നടുവിൽ നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. ദൈവം നമ്മളിൽ നിന്നും ദീർഘക്ഷമ ഇന്ന് രാത്രിയിൽ പ്രതീക്ഷിക്കുന്നു. ഈ വചനം സംസാരിക്കുന്ന ദൈവമക്കളോട് ഞാൻ തുറന്നു പറയട്ടെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആർക്കെങ്കിലും പകയുമായിട്ടും പിണക്കമായിട്ടും ചിലർക്കെതിരെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചൊരു വ്യക്തിയാണെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഇന്ന കുഴപ്പം കൊണ്ട് അങ്ങനെ ആയിപ്പോയത് എന്നത് വിധിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിധിക്കാൻ വരട്ടെ. വിധിക്കുന്ന ന്യായാധിപതി വരുന്നുണ്ട്. അതിന് നമ്മളല്ല യോഗ്യർ. ആ യോഗ്യനായ കർത്താവ് വിധിക്കും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ നമുക്ക് കാത്തിരിക്കാം. കർത്താവ് വെളിപ്പെടുന്നത് വരെ കാത്തിരിക്കാം. അല്ല, ലോകത്തിൽ ദൈവം ഒരാളെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹെരോദാവിനെ ദൈവം അടിച്ചതുപോലെ നമ്മുടെ മുന്നിൽ ദൈവത്തിനെതിരായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അടിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ദൈവം ചെയ്തോട്ടെ.
അത് ദൈവം ചെയ്തോട്ടെ, അതിന് നമ്മൾ എന്തിനാ ഭാഗമായി തീരുന്നത്? യൂദയുടെ ലൈഫ് വളരെ തകർന്നു പോകുന്നത് ആണെന്ന് യേശുവിന് നന്നായിട്ടറിയാം. പക്ഷെ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശുവിന്റെ മനോഭാവം എന്തായിരുന്നു? നമ്മളോട് കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്നവർ, പാസ്റ്റർ പല പ്രാവശ്യമായി എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അതെ, നമ്മളോട് ദൈവം എന്താണ് ആ മെസ്സേജിൽ നിന്ന് കൈമാറുന്നത്? മക്കളെ, നിന്നെയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മക്കളെ, നിന്നെയും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ നിന്നോട് ദീർഘക്ഷമ കാണിച്ചു. അതേ, ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ശിക്ഷിക്കണമെങ്കിൽ ഞാൻ ശിക്ഷിച്ചു കൊള്ളാം. നീ ക്ഷമിച്ചാട്ടെ. നീ ശിക്ഷിക്കണ്ട, നീ ശിക്ഷ വിധിക്കണ്ട, നീ അതിനെതിരെ ആമേൻ ഒന്നും പറയണ്ട. അതിന് ഞാനുണ്ട് ഇവിടെ. നമുക്കൊരു നാഥനുണ്ട്. നമ്മൾ ഇന്ന് പാട്ട് പാടിയ സമയം മുതൽ നമ്മൾ പറയുന്നതാണല്ലോ, നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ട്. നമ്മുടെ ലൈഫ് ഇവിടെ കൊണ്ട് തീരുന്നതല്ല. ഇവിടെ നമ്മളെ ആക്കി വെച്ചവനും ഇതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവനും നമ്മൾക്കൊരു ഉത്തരവാദിയായിട്ടുണ്ട്. ആ ദൈവമാണ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത്, ദീർഘക്ഷമയുള്ളവരായിരിപ്പീൻ, ദീർഘക്ഷമ ധരിപ്പീൻ. ഇതെങ്ങനെ നമുക്ക് ധരിക്കാൻ പറ്റും? ഞാനിന്ന് പ്രസംഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ദീർഘക്ഷമ വരുമോ? ഇല്ല, ഇല്ല. കർത്താവ് നമ്മളോട് കാണിച്ച ദീർഘക്ഷമ ബോധ്യമാകുക എന്നതാണ് ഈ വചനത്തിന്റെ അർത്ഥം. ക്രിസ്തുവിന്റെ ദീർഘക്ഷമയെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നാണ്. പൗലോസിന് അത് ബോധ്യമായി കേട്ടോ. ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായിരുന്ന പൗലോസ് തന്റെ ലൈഫിന്റെ ഏതാണ്ട് അവസാന സമയങ്ങളിലേക്ക് കടന്നു വരുന്ന സമയത്തും പൗലോസ് പറയാണ്, പാപികളിൽ ഒന്നാമനായിരുന്ന എന്നോട് കർത്താവ് ദീർഘക്ഷമ കാണിച്ചു. അതുകൊണ്ട് പൗലോസിന് പറയുകയാണ്, എഴുതുകയാണ്, ദൈവം എന്നോട് ദീർഘക്ഷമ കാണിച്ചത് കൊണ്ടാണ് ഈ കർത്താവിനെ, പാപികളിൽ ഒന്നാമനെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കർത്താവ് തന്ന രക്ഷയിൽ നിലനിന്നുകൊണ്ട് മറ്റുള്ളവരോട് ദീർഘക്ഷമ കാണിക്കാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം നമ്മളോട് ഇടപെടുകയാണ്. ഞാൻ നിങ്ങളോട് കാണിച്ച ദീർഘക്ഷമയെ ഒന്നുകിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അറിയുന്നില്ല, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടി എന്റെ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തെ എന്നിലേക്ക്, എനിക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ആ ഭാഗത്തിലേക്ക് ദൈവം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഭാഗങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ആത്മാർത്ഥമായ വാചകങ്ങളോടെ ഞാൻ ആ ദീർഘക്ഷമ എന്ന ഭാഗത്തെ വിടുകയാണ്. സ്തോത്രം. നമുക്കിത് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന സമയത്ത് ദീർഘക്ഷമ, കർത്താവിന്റെ ദീർഘക്ഷമ, ഇനി നമുക്ക് പറ്റുന്നില്ലെങ്കിൽ വിട്ടാട്ടെ, പക്ഷെ നമുക്ക് ദീർഘക്ഷമ ഇല്ലെന്നെങ്കിലും ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം. നമ്മുടെ സഭയിൽ പായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ചില വ്യക്തികളെ ആക്ഷൻ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ പാസ്റ്റർമാരോട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. പാസ്റ്ററെ, അവർക്കെതിരെ അത്യാവശ്യമായിട്ട് ആക്ഷൻ എടുക്കണം. നമ്മൾ ആരാണെന്ന് ബോധ്യമായിട്ടാണോ? സ്നേഹത്തിലാണോ ഇതൊക്കെ ചെയ്യുന്നത്? മനസ്സലിവിലാണോ ഇതൊക്കെ ചെയ്യുന്നത്? ദീർഘക്ഷമയിലാണോ ഇത് ചെയ്യുന്നത്? മാക്സിമം അവസരം കൊടുത്തിട്ടൊക്കെയാണോ ഇത് ചെയ്യുന്നത്? അതോ നിങ്ങളുടെ വികാരത്തിൽ ഒരു കാലത്ത് നിങ്ങൾക്കെതിരെ സംസാരിച്ചത് കൊണ്ടാണോ? വിധിക്കുന്നവരുണ്ട്. ആ വിധി എനിക്കെതിരെയും നിങ്ങൾക്കെതിരെയും യേശു വിരൽ ചൂണ്ടിയാൽ നമുക്ക് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ പോലും നിൽക്കുവാൻ യോഗ്യതയില്ലാത്തവരാണ് നമ്മൾ. കർത്താവ് അങ്ങേ കരയിലെത്തുമ്പോഴും ഇത് നമ്മൾ പാടിയതുപോലെ നമ്മളെ സ്വീകരിക്കുവാൻ വേണ്ടി ആ വലിയ ദൂത സഞ്ചയത്തിന് നടുവിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആ രാത്രിയിലോ പകലോ, അല്ലെങ്കിൽ നീതി സൂര്യൻ സ്വത്രം വെളിപ്പെട്ടു നിൽക്കുന്ന ആ നല്ല പകലിൽ കർത്താവിന്റെ ദീർഘക്ഷമയാണ് അവിടെ ചെന്ന് നിന്നത് എന്നതല്ലാതെ നമുക്കൊന്നും പറയുവാൻ യോഗ്യതയില്ല. ആ യോഗ്യതയിൽ നിന്നിട്ടാണോ കൂടിയിരുന്ന് പായിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളിനെ പറ്റി വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നത്? എന്നിട്ടാണോ നമ്മൾ ഫോണിൽ വിളിച്ച് ആക്ഷൻ എടുക്കാൻ പറയുന്നത്? നമ്മൾ ആക്ഷൻ എടുക്കുവീൻ എന്ന വാക്ക് പറയുമ്പോൾ നമ്മളോട് ഒരു വാക്ക് വരുന്നുണ്ട്, ഞാൻ മക്കളെ നിങ്ങൾക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കട്ടെ. ചില ആളുകൾ 3 ആഴ്ചയിൽ സഭാരാധനയ്ക്ക് വന്നില്ല, പുറത്താക്കിയ ഭാഷ. അവരുടെ സാഹചര്യം ചിന്തിക്കുന്നില്ല, അവരുടെ പ്രോബ്ലം ചിന്തിക്കുന്നില്ല, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ ചിന്തിക്കുന്നില്ല. നമുക്കെല്ലാവരോട് കഠിന ഹൃദയരായി മാറി, മറ്റുള്ളവരോട് സഹതാപമില്ലാത്തവരായി മാറി, ദീർഘക്ഷമയില്ലാത്തവരായി മാറി, നമ്മൾ സമയം കൊടുക്കാത്തവരായിട്ട് മാറി. മാക്സിമം സമയം കർത്താവ് നമുക്ക് തന്നിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ജീവനോടെ ഈ ബൈബിൾ ക്ലാസ്സിൽ ആയിരിക്കുന്നത് കർത്താവിന്റെ ദീർഘക്ഷമയാണ്. അതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വിലയിരുത്തുകളെ നമ്മൾ എന്നേ മാറ്റിവെച്ചേനെ. ഒരു വ്യക്തിക്കെതിരായി നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പാകെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നേനെ. ഇത് നമ്മൾ മാക്സിമം കിട്ടുന്ന അവസരങ്ങൾ പലപ്പോഴും ദീർഘക്ഷമ ഇല്ലാത്തവരായി,
നമ്മൾ ലൈഫിൽ തീരുകയാണ്. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല ഈ വചനം വരുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മൾ ആരുടെയെങ്കിലും ഒരു രോഗം വന്നാൽ, ആർക്കെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ, ആർക്കെങ്കിലും ഒരു വേദന സംഭവിച്ചാൽ ഉടനെ നമ്മൾ തന്നെ ഒരു ഒരു വിധി അങ്ങ് പ്രസ്താവിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ തന്നെ ചില കാര്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തുകയാണ്. നമ്മളെ ആരാണ് ആക്കി വെച്ചത്? നമ്മളെ ആരും ആക്കി വെച്ചിട്ടില്ല. യഥാർത്ഥ ന്യായം വിധിക്കുമെന്ന് വരുന്നുണ്ട്. ആ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്കും യോഗ്യതയില്ല, നമുക്കാർക്കും യോഗ്യതയില്ല എന്നുള്ള ആ സത്യം മനസ്സിലാക്കി ഈ ദിവസങ്ങൾ ദീർഘക്ഷമയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മളോട് ഡിമാൻഡ് ചെയ്യുകയാണ്. നമ്മൾ ആരെയും വിധിക്കുവാൻ പോകാതെ ദീർഘമായി ക്ഷമിക്കുവാൻ. നമ്മൾ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നവരാണ്. ഫറവോനെ സ്തോത്രം കർത്താവ് ശിക്ഷിക്കേണ്ട വ്യക്തി തന്നെയാണ്. പക്ഷെ ആ വ്യക്തിയോട് പോലും കോപപാത്രങ്ങളോട് ദീർഘക്ഷമ കാണിച്ചു എന്നാണ് റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവത്തിന് അറിഞ്ഞുകൂടെ അദ്ദേഹം, എന്നാലും അദ്ദേഹത്തിനും ടൈം കൊടുത്തു. അത് കോപപാത്രമാണ്. അതിനെക്കുറിച്ചുള്ള അമിത വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നില്ല. ദൈവത്തിന്റെ സ്വഭാവം അതായിരുന്നു. അതാണ് നമ്മളോട് കാണിച്ചതെങ്കിൽ നമുക്കും അങ്ങനെ കാണിക്കാൻ കഴിയട്ടെ. സ്തോത്രം. ആ വാക്കുകളെ ഞാൻ അത് പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. വേഗത്തിൽ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വന്ന് ഞാനത് തുടങ്ങി വെച്ചിട്ട് ദൈവസന്നിധിയിൽ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. നമുക്ക് ഒരിക്കൽ കൂടെ ആ ഭാഗം ഒന്ന് വായിക്കാം. സ്തോത്രം. അതിന്റെ 13-ാമത്തെ വാക്യം 13 നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് വായിക്കാം. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. യെസ്, ഒരുവനോട് ഒരുവൻ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. പൊറുക്കുക. ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായ തമ്മിൽ ക്ഷമിക്കുക. രണ്ട് കാര്യം, പൊറുക്കുക, ക്ഷമിക്കുക. ഏകദേശം സെയിമായ കാര്യമാണെന്ന്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. സ്തോത്രം. ഇപ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ് നമ്മളെ കുറച്ചുകൂടി ദൈവ വചനത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സത്യത്തിൽ ഇവിടെയൊക്കെയാണ് നമ്മൾ തകരാൻ പോകുന്നതിന്. എന്താണ് പൗലോസ് ഇവിടെ പറയുന്നത്? പരസ്പരം പൊറുക്കണം. 9-ാമത്തെ, ഇതിന് തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ, അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. 9-ാമത്തെ വാക്യം. അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. യെസ്, അന്യോന്യം ഭോഷ്ക് പറയരുത് എന്ന് തൊട്ട് മുമ്പിൽ പറഞ്ഞു. എന്നിട്ട് ഇവിടെ യേശു കർത്താവിന്റെ ആത്മാവിനാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അന്യോന്യം നിങ്ങൾ എന്ത് ചെയ്യണം? പൊറുക്കണം. പൊറുക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വഹിക്കുക, പരസ്പരം കൈത്താങ്ങുക, വഹിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ അർത്ഥം. വഹിക്കുക. നമ്മൾ വഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ ദീർഘക്ഷമയുമായിട്ടൊക്കെ വളരെ കണക്റ്റഡ് ആണ്. ഇത് സൗമ്യതയായിട്ടായാലും താഴ്മയായിട്ട് എല്ലാം കണക്റ്റഡ് ആണിത്. മനസ്സലിവും ദൈവമായിട്ടെല്ലാം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു വാക്കാണ് പൊറുക്കുക എന്ന് പറയുന്നത്. നമ്മൾ പരസ്പരം വഹിക്കാൻ വേണ്ടി ഒരു സഭയ്ക്കകത്താക്കി വെച്ചിരിക്കുന്നവരാണ്. നമ്മളോ? ഈ വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വ്യക്തിയുടെ ഒരു സ്വഭാവം നമുക്ക് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു. ഒരു തെറ്റു ചെയ്ത വ്യക്തിയെ തിരുത്തുവാൻ നമ്മൾ എടുക്കുന്ന ഒരു ഭാഗം കൂടെയാണ് വഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. നമ്മൾ ഇന്ന് രാത്രിയിൽ പ്രിയ ജിജോങ്കളുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊരല്പം വിഷമമുണ്ടായി. ആ ഭവനത്തിന് ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. എന്തുകൊണ്ടാണ്? മറ്റൊന്നുമല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ. അദ്ദേഹം നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ അപ്പോസ്തലനായ പൗലോസ് ഈ കൊലോസ്യ ലേഖനത്തിന്റെ ഭാഗമായിട്ട് എന്താ പറയുന്നത്? നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അതിന്റെ തൊട്ട് മേളത്തെ വാക്യത്തിൽ വെച്ച് പറഞ്ഞാൽ, ഇതിനകത്ത് പരിച്ഛേദനക്കാരനുണ്ട്, അഗ്രചർമ്മിയുണ്ട്, ബർബരനുണ്ട്, ശകനുണ്ട്, സ്വതന്ത്രനുണ്ട്, ക്രിസ്തുവത്ര എല്ലാവരിലും എല്ലാം ആകുന്നു. വിവിധ കളറിലുള്ളവരുണ്ട്, വിവിധ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരുണ്ട്, വിവിധ സ്വഭാവ ഗുണങ്ങളുള്ളവരുണ്ട്, വിവിധ ഭാഷാ ശൈലികളുള്ളവരുണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ കുടുംബത്തിൽ, എഫെസ്യ ലേഖനം 4-ാമത്തെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, നമ്മളെല്ലാം വിവിധങ്ങളാണെങ്കിലും നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നത്രേ. നമ്മൾ കർത്താവിന്റെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളാണ്. കൈക്ക് വേദന വരുമ്പോൾ മറ്റു കൈ ചെന്ന് സഹായിക്കുന്നത് പോലെ നമ്മൾ പരസ്പരം പഴിചാരേണ്ടവരല്ല, പരസ്പരം വേദനിപ്പിക്കേണ്ടവരല്ല. ഒരു മനുഷ്യന്റെ വേദന ഇന്ന് സഭാന്തരീക്ഷത്തിൽ വന്നാൽ അതെങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ ഒന്നുകൂടി കൊച്ചാക്കാമെന്ന ഇന്ന് ആത്മീക ഗോളത്തിൽ പോലും ചിന്തിക്കുന്നത്. ആരെങ്കിലും ഒന്ന് വീണുപോയാലോ, ആരെങ്കിലും ഒന്ന് തകർന്നു പോയാലോ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ ഒരു കഥ ഉണ്ടാക്കുക എന്നതാണ് പലപ്പോഴും ആത്മീക രോഗമാണ്. എന്നാൽ പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുക?
പൊറുക്കുക, വഹിക്കുക, പരസ്പരം കൈത്താങ്ങുന്നവരാകട്ടെ. ഈ രക്ഷിക്കപ്പെട്ട ജീവിതത്തിന് ശേഷം നമ്മൾ ഇന്നുവരെ എത്ര പേരെ കൈത്താങ്ങി? നമ്മുടെ മുന്നിൽ വീണുപോയ എത്ര പേരെ നമ്മൾ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തയ്യാറായി? അതോ അവരെ കുറച്ചുകൂടി തകർക്കത്തക്ക രീതിയിൽ കഥയുണ്ടാക്കിയോ? സ്തോത്രം. നമ്മൾ ഭക്തന്മാരായിട്ട് ആരുമല്ല, പക്ഷെ ഈ വചനം എടുക്കുമ്പോൾ അതുകൂടി പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, യേശു കർത്താവിനെ നോക്കി. ഞാൻ പലപ്പോഴും അപ്പോസ്തലനായ പത്രോസിന്റെ ജീവിതം ഞാൻ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വത്രം. ഒത്തിരി പ്രസംഗങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുമുണ്ട്. സ്വത്രം. യേശു കർത്താവ് പത്രോസിനെ ഒരു പെന്തിക്കോസ്ത് നാളിൽ കൊണ്ടുവന്ന് പെർഫെക്റ്റ് ആക്കുകയായിരുന്നില്ല. യേശു തന്നെ വിളിച്ച നാൾ മുതൽ പത്രോസിലെ പലവട്ടവും പരാജയങ്ങൾ വന്നിട്ടുണ്ട്, അപക്വതകൾ വന്നിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെയും കൈത്താങ്ങൽ കൊടുത്തത് കൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് എന്ന് നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ അന്നുണ്ടായിരുന്നത്. യേശു കൈത്താങ്ങിയില്ലായിരുന്നെങ്കിൽ, യേശു പരസ്പരം വഹിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പത്രോസിന് നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. നമ്മൾ ചിലരെയൊക്കെ വഹിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എത്രയോ പേരെ കർത്താവിൽ നിലനിന്നേനെ. നമ്മൾ എഴുതിത്തള്ളിയ പലരെയും നമ്മൾ വഹിക്കുവാൻ, പരസ്പരം സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷമിച്ചുകൊണ്ട് അവരെ കൈത്താങ്ങുവാൻ, അവരെ പിടിച്ചു കയറ്റുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തെ വീണ്ടും പോലെ ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്രയോ പേർ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് കണ്ടേനെ. പോകട്ടെ, ഇന്നും നമ്മുടെ മുന്നിൽ ചിലരെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. വീണുപോയ ചിലരെ, തകർന്നുപോയ ചിലരെ, വിഷമിച്ചിരിക്കുന്ന ചിലരെ, പിന്മാറ്റത്തിലേക്ക് പോയി എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്ന ചിലരെ കർത്താവിന് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. അതിനെന്താണ് ദൈവം പറയുന്നത്? പരസ്പരം നമ്മൾ എന്ത് ചെയ്യുക? പൊറുക്കുക, വഹിക്കുക. അത് കേവലം നമ്മുടെ നമ്മളും പെർഫെക്റ്റ് അല്ലല്ലോ. പെർഫെക്റ്റ് അല്ലാത്തവരെയാണ് വഹിക്കാൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ പത്രോസിന്റെ ജീവിതവുമായി ചേർത്ത് ഞാനൊന്ന് പറയാൻ സമയമുണ്ടെങ്കിൽ ശ്രമിക്കാം. സത്യത്തിൽ നമ്മളെ എത്ര പേർ വഹിച്ചിട്ടാ നമ്മൾ ഇവിടം വരെ വന്നത്? ഞാൻ ഇന്ന് എന്നേക്കാൾ വചനം അറിയാകുന്ന ഈ ആത്മീക സമൂഹത്തിന്റെ ഭാഗമായി കർത്താവിന്റെ ദാസൻ തന്ന അവസരത്തിൽ ഞാനിത് നിങ്ങളോട് വചനം ശുശ്രൂഷിക്കുകയാണ്. എത്ര പേർ എന്നെ വഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്ന് നിൽക്കുന്നത്? കർത്താവിന്റെ ദാസൻ ഉൾപ്പെടെ എന്നെ തിരുത്തി, എനിക്ക് അവസരങ്ങൾ തന്നു, കൈവിട്ട് കളയാതെ കൂടെ നിർത്തി. അങ്ങനെ എത്ര ദൈവത്തിന്റെ ദാസന്മാർ എന്റെ പണിയുടെ പിറകിലുണ്ട്. എനിക്ക് നന്ദിയോട് ഓർക്കാൻ കഴിയുന്ന അനേക ഭക്തന്മാരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ കാര്യം വിടട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചിന്തിച്ചാട്ടെ. ഇന്ന് ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുന്നതിന് ആരൊക്കെയോ നമ്മളെ കൈത്താങ്ങിയത് കൊണ്ടല്ലേ? ആരൊക്കെയോ നമ്മളെ അതൊക്കെ ആരാ ചെയ്തത്? കർത്താവ് ചെയ്തതാ. ആ വ്യക്തിയെ നമ്മൾ നന്ദിയോട് ഓർക്കൂ. പക്ഷെ അതിനേക്കാൾ ഉപരി അതിന്റെ പിന്നിലൊരു കർത്താവിന്റെ കരമുണ്ടായിരുന്നു. പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞു, സാത്താനെ വിട്ടുപോ പറഞ്ഞു. അത് വഹിക്കുകയായിരുന്നു. അങ്ങനെ വഹിക്കേണ്ട സമയത്ത് യേശു അങ്ങനെ വഹിച്ചു. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പ്രസംഗിച്ചതാണ്. എന്നാൽ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് കടന്ന് പത്രോസ് പോയപ്പോൾ സ്നേഹത്തോടെ തന്നെ തിരികെ കൊണ്ടുവരുന്ന യേശുവിനെ വഹിക്കുകയാണ്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്നതാണ്. യോഹന്നാൻ 21-ാം അധ്യായത്തിൽ അവർ അങ്ങ് ദൂരേക്ക് കടന്നുപോയി ഇനി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ യേശു വീണ്ടും വഹിക്കുന്ന യേശുവിന്റെ ഒരു സ്നേഹത്തിന്റെ മുഖം. എന്നാ പോട്ടെ, ഇനി ഞാൻ പൗലോസിനെ തെരഞ്ഞെടുത്തേക്കാം, അവനെ നിർത്തി ഞാൻ കാണിക്കാം. അങ്ങനല്ല. ദൈവത്തിന്റെ പദ്ധതി മാറ്റിക്കളയാതെ പത്രോസിനെ തന്നെ പെന്തിക്കോസ് നാളിലെ പ്രസംഗകനായി കൊണ്ടുവന്നത് ദൈവത്തിന്റെ വഹിക്കുന്നതിന്റെ തെളിവാണ്, പൊറുക്കുന്നതിന്റെ തെളിവാണ്. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സഹനവും ദൈവത്തിന്റെ നമ്മളെ വഹിച്ച കരവും നമ്മൾ മനസ്സിലാക്കിയിരിക്കെ എന്താണ് പത്രോസിനോട് ദൈവം പറഞ്ഞത്? നീ തിരികെ വന്നിട്ട് മറ്റുള്ളവരെ ബലപ്പെടുത്തണം. നമ്മൾ തിരികെ വന്നിട്ട് ഇന്ന് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ തകർത്തു കളയാമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ എത്രയോ ദുഃഖകരമാണത്. കർത്താവ് നമ്മളോട് പൊറുത്തില്ലേ? കർത്താവ് നമ്മളെ വഹിച്ചില്ലേ? സ്തോത്രം. ഒരു ലേഖനം എഴുതി പത്രോസ് തീർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ പത്രോസിനെ തിരുത്തുവാൻ പിന്നീട് ദൈവം പൗലോസിനെ ഉപയോഗിച്ചിരുന്നു. ഒരു ആത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് പെന്തിക്കോസ് നാളിൽ പത്രോസ് അങ്ങ് പെർഫെക്റ്റ് ആകുകയായിരുന്നില്ല. പിന്നീട് പൗലോസ് മുഖാന്തരവും ദൈവം അദ്ദേഹത്തെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളാരും പെർഫെക്റ്റ് അല്ല, പക്ഷെ എന്നിട്ടും വഹിക്കുവാൻ ചിലരുള്ളത് കൊണ്ട് നമ്മൾ പണിയപ്പെടുകയാണ്.
ചിലരൊക്കെ നമുക്ക് കൈത്താങ്ങാനുള്ളത് കൊണ്ട് നമ്മൾ മുന്നോട്ട് കയറി ആത്മീകത്തിൽ വളരുന്നു എന്നേ ഉള്ളൂ. നമുക്ക് പുകഴാനൊന്നുമില്ല. ഇതിന് പിന്നിലെല്ലാം യേശുവിന്റെ കരമാണ്. അത് യേശുവിന്റെ ഭാവമാണ് ഇതെല്ലാം. സ്തോത്രം. ആ ഭാവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്ന മുടിയനായ പുത്രൻ എന്ന് പറയുന്ന കഥയുടെ അവസാനം ജ്യേഷ്ഠൻ വീട്ടിനകത്ത് കയറാൻ കഴിയാതെ പുറത്തു നിൽക്കുന്നത്. കപടഭക്തനായ പരീശന്റെ മുഖമാണത്. പാപം ചെയ്ത് എല്ലാം നഷ്ടപ്പെടുത്തി തിരികെ വരുന്ന സ്നേഹിതനെ സ്വർഗത്തിലെ അപ്പൻ സ്നേഹത്തോടെ സ്വീകരിക്കാൻ തയ്യാറാ. പക്ഷെ സഭകൾ തയ്യാറാകുന്നില്ല. സഭയിലെ വലിയ വലിയ ഭക്തന്മാർ എന്ന് സ്വയം പ്രഖ്യാപിച്ച പരീശന്മാർ തയ്യാറാകുന്നില്ല. അവർ പുറത്തു നിൽക്കുകയാണ്. അവനുള്ള പന്തിയിൽ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ ആ വ്യക്തിയുള്ള സഭയിൽ ഞാൻ ആരാധിക്കാൻ പോകത്തില്ല. ഇതേ യേശുവിന്റെ പുറകിലാണ് നമ്മൾ പോകുന്നത്. നമ്മളോട് കർത്താവ് അങ്ങനെ ഒരു സെക്കൻഡ് കാണിച്ചിരുന്നെങ്കിൽ നിത്യത നമ്മളിൽ നിന്ന് നഷ്ടമായി പോയനെ. കർത്താവ് നമ്മളെ വഹിച്ചു, കർത്താവ് നമ്മളെ പൊറുത്തു, കർത്താവ് നമ്മളോട് സഹനം കാണിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും നമ്മളായിരിക്കുന്നത്. കേവലം പത്രോസിനോടല്ല, യേശു കർത്താവ് എല്ലാ ശിഷ്യന്മാരോടും കാണും. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്യമാണല്ലോ, ഈ യോഹന്നാൻ ഉൾപ്പെടെ, ഇടിമക്കൾ എന്നറിയപ്പെടുന്ന യോഹന്നാൻ ഉൾപ്പെടെ മറ്റൊരു സ്വഭാവമുള്ളവരായിരുന്നു. പെട്ടെന്ന് എല്ലാവരും നശിപ്പിച്ചു കളയണം, തീയിറക്കി ദഹിപ്പിച്ചു കളയണം, അങ്ങനെയൊക്കെ. പക്ഷെ അവരെയൊക്കെ കൊണ്ടു നടന്ന് കർത്താവിന്റെ സ്വഭാവത്തോടെ രൂപരാക്കി താമെ തന്റെ നെഞ്ചോട് ചായിരുന്നപ്പോൾ അറിയാതെ ക്രിസ്തുവിന്റെ സ്നേഹം യോഹന്നാനിലേക്ക് കർത്താവ് വഹിച്ചില്ലേ? യോഹന്നാൻ ഒന്നും പുകഴാനില്ല. ഇത് ക്രിസ്തുവിൽ നിന്നും പകർന്നു കിട്ടിയ സ്വഭാവമാണ്. അതുകൊണ്ടാണ് തന്റെ ലേഖനത്തിൽ എഴുതിയത്, കുഞ്ഞുങ്ങളെ സ്നേഹത്തിന്റെ അപ്പോസ്തലനെന്ന് നമ്മൾ ഇന്ന് പറയാറുണ്ടെങ്കിലും യോഹന്നാൻ അങ്ങനെ സ്നേഹത്തിന്റെ ഒരു സ്വഭാവം ഉള്ളവനായിരുന്നില്ല. കർത്താവ് വഹിച്ചു, തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചു, തന്നെ തള്ളിക്കളഞ്ഞില്ല. കർത്താവിന്റെ മാറിടത്തിൽ നമ്മളെ ചേർത്തത് കൊണ്ടല്ലേ ആ പാസ്റ്റർ നിമിത്തം, അന്ന് പ്രസംഗിച്ച ആ ദൈവദാസന്റെ ദൈവവചന നിമിത്തം, ഏതോ ഒരു പാട്ട് നിമിത്തം കർത്താവിന്റെ മാർവിടത്തോട് ചേർന്ന് വരുവാൻ തന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിച്ചത് കൊണ്ടല്ലേ എല്ലാം നഷ്ടമാക്കി കളഞ്ഞ വ്യക്തിയെ ആയിരുന്ന നമ്മളെ വീണ്ടും ഈ ദൈവ പൈതലാക്കി നമ്മൾ നിലനിൽക്കുന്നത്. സ്തോത്രം. നമ്മുടെ ആരുടെയും യോഗ്യതയല്ല, നമ്മുടെ ആരുടെയും കഴിവല്ല, നമ്മുടെ ആരുടെയും വിശ്വസ്തത കൊണ്ടല്ല. ഇതെല്ലാം കർത്താവിന് നമ്മളോട് വഹിച്ചത് കൊണ്ടാ, പൊറുത്തത് കൊണ്ടാ, കർത്താവ് നമ്മളോട് സ്നേഹിച്ചത് കൊണ്ടാ, കർത്താവ് നമ്മളോട് ക്ഷമിച്ചത് കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയാ, നിങ്ങൾ അന്യോന്യം പൊറുക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. അന്യോന്യം നിങ്ങൾക്ക് കൈത്താങ്ങാൻ പറ്റുന്നുണ്ടോ? അന്യോന്യം നിങ്ങൾക്ക് ഒരുവനെ സ്തോത്രം ഉപദേശിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? അതേ, കർത്താവ് നമ്മളിൽ പണിയുന്നുണ്ട്. കർത്താവ് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. സ്തോത്രം. കേവലം അത് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ ചിന്തിക്കണം, കർത്താവ് നമ്മളെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനിപ്പിച്ച് വളർത്തുന്നത് തന്നെ. നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 1-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 1-ാം അധ്യായത്തിലാണ്. അതെ, നീ ബാലകൻ എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്നൊരു വാക്കുണ്ടല്ലോ. ആ വാക്കൊന്ന് വായിച്ചട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ആ ഭാഗം പറയുന്നത് എത്രാമത്തെ വാക്ക്? എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. യെസ്, അമ്മയുടെ ഉദരത്തിൽ അതൊന്ന് വായിച്ചട്ടെ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യെസ്, കർത്താവ് ഒരു മനുഷ്യന്റെ ജനനത്തിന് മുന്നു തന്നെ മുന്നറിവിൽ അദ്ദേഹം നിയമിച്ചു. ആ നിയമിച്ചിട്ട് കർത്താവ് തന്നെ ഒരുക്കിയെടുക്കുകയാണ്. ഞാന് ഇതൊരു വിശദീകരിച്ച് പറയേണ്ടതാണ്. ഞാൻ ഇത് ചുരുക്കി പറഞ്ഞോട്ടെ. കർത്താവിന്റെ മുന്നറിവിൽ കാണപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പല സമയങ്ങളിൽ ദൈവം പുറത്തു വഹിച്ചതുകൊണ്ടാ നമ്മൾ അതിന്റെ പൂർണ്ണതയിലെത്തി കെട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയിലും. അങ്ങനെ കർത്താവ് വഹിച്ച വഴിയിൽ കൂടി സഞ്ചരിച്ചു വരുമ്പോൾ ഒരു യിരെമ്യാ പ്രവാചകന് പുകഴാനൊന്നുമില്ല, സ്തോത്രം, പ്രശംസിപ്പാനൊന്നുമില്ല. കാരണം യിരെമ്യാ പ്രവാചകൻ എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകൻ എന്ന സാഹചര്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ കർത്താവ് നിയമിച്ചിരുന്നു. കർത്താവ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കഴിഞ്ഞിട്ട് സ്കാനിങ് മിഷനിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് അറിയാൻ പറ്റൂ. എന്നാൽ അതിലും ഉരുവാകുന്നതിന് മുമ്പേ
ദൈവം ഇരമ്യാവിനെ കണ്ടിരുന്നു. ദൈവമക്കളെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആഴമൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ അത്രത്തോളം ദീർഘക്ഷമയോടുകൂടി മറ്റുള്ളവരോട് പുറത്തേനെ. ഇന്ന് രാത്രിയിൽ നമ്മൾ നമ്മുടെ സഭയിൽ കൂടിയിരുന്ന് ആരാധിക്കുന്നവരോട് ദൈവം എന്താ പറയുന്നത്? ഇത് സഭയ്ക്ക് വെളിയിലുള്ളവരോടല്ല ഇവിടെ പറയുന്നത്. ആദ്യം സഭയ്ക്കകത്ത്, കൂട്ടായ്മയ്ക്കകത്ത് ആരും പെർഫെക്റ്റ് അല്ല. ഓക്കെ, നമ്മൾ പറയുന്നത് അവർ 10 വർഷമായി കർത്താവിനെ അറിഞ്ഞവരല്ലേ, പിന്നെന്തിനാ അങ്ങനെ അവർ സംസാരിക്കുന്നത്? ഓക്കെ, നമ്മൾ 20 വർഷമായി ദൈവത്തെ അറിഞ്ഞിട്ടും നമുക്കിതുവരെ സൗമ്യത ഉണ്ടോ? നമുക്കിതുവരെ ദീർഘക്ഷമയുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മളും അവരും കർത്താവിന്റെ കരുണയാൽ മാത്രമാണ് ജീവിക്കുന്നത്. കർത്താവ് വഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിത്യതയുടെ അവകാശികളായി തീരുന്നത്. നമുക്ക് പൊറുക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇന്ന് രാത്രിയിൽ സ്തോത്രം, ആമേൻ ആമേൻ, ബാക്കിയുള്ള ഭാഗങ്ങളെ നമുക്ക് നാളെ ചിന്തിക്കാം. സ്തോത്രം, ആമേൻ. ഇന്ന് രാത്രി ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രത്യാശയിൽ, ആമേൻ, നമ്മൾ സന്തോഷത്തോ ആ പ്രത്യാശയുടെ ചിന്തയോടെ നമ്മൾ ആയിരിക്കുന്ന ഈ രാത്രിയിൽ നമ്മുടെ ലോക ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കർത്താവ് നമുക്ക് ഒരു രാത്രി കൂടി തന്നിരിക്കുകയാണ്. ദീർഘക്ഷമയും അന്യോന്യം പൊറുക്കുവാനും. നിങ്ങളുടെ സഭയുടെ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ കൂടെ പായിൽ ആരാധിക്കുന്ന എത്ര വ്യക്തികൾക്കെതിരെ നിങ്ങളുടെ മനസ്സിൽ കഥകളുണ്ട്. ഓക്കെ, അവർ തെറ്റ് ചെയ്ത് കാണും. ദീർഘക്ഷമയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊറുക്കാൻ ഒരു അവസരം ദൈവം തരികയാണ്. അവരെ വഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, കർത്താവെ, ആ വ്യക്തിയോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം തരണമേ. ഒരുപക്ഷെ നിങ്ങൾ സ്നേഹത്തോട് ഒരു വാക്ക് പറഞ്ഞാൽ ആ വ്യക്തി തിരികെ വരാൻ സാധ്യതയുണ്ട്. കർത്താവ് നിങ്ങളുടെ മുന്നിൽ ആരെയെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ ദൈവത്തിന്റെ ഒരു ശുശ്രൂഷയായി കാണണം. ഒരു യാക്കോബും ഒരു യോഹന്നാനും ഒരു പത്രോസും ദൈവത്തിന് വേണ്ടി നിന്നത് യേശു കാണിച്ച ദീർഘക്ഷമയും യേശു കാണിച്ച ആമേൻ കൈത്താങ്ങലുമാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ അതേ പൗലോസ് മുൻനിരയിലേക്ക് വന്നത് ബർണ്ണബാസ് എന്ന് മറ്റുള്ളവരെ പൗലോസിനെ പോലെ അറിയാത്ത ഒരു ശിഷ്യനാലാണെങ്കിൽ, നമ്മൾ ചിലരെ വഹിക്കാൻ തയ്യാറാണെങ്കിൽ, നാളത്തെ തലമുറയിൽ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ യേശുവിന്റെ വരവ് ലേറ്റായി താമസമുണ്ടെങ്കിൽ ചിലരെ കർത്താവിന് മുന്നിൽ നിർത്തുവാൻ നമ്മൾ വഹിച്ചാൽ നമ്മുടെ ഇടയിൽ കഴിയും. നമ്മുടെ സഭയിൽ അങ്ങനെയുള്ളവരുണ്ട്. ഒന്ന് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളൊന്ന് ദീർഘക്ഷമയിൽ അവരെ കാണാൻ തയ്യാറാണോ? നിങ്ങൾ അവരെ വഹിക്കാൻ തയ്യാറാണോ? യേശുവിന്റെ സ്വഭാവം അതായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന്റെ കൃപയിൽ ഞാനും നിങ്ങളും ഇന്നും നിൽക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളടയ്ക്കാം. ഈ വചനങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. സ്തോത്രം.